ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ കോട്ടയത്ത് നാവമ്പടത്തുള്ള ടാറ്റയുടെ ഷോറൂമിലേക്കാണ്. അവിടെ ഒരു പുതിയ കാറിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2025 ബുക്ക് ചെയ്തതാണ്. 26 അവർ ഡെലിവറി ചെയ്തത്. അപ്പോൾ ആ കാറ് എടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ആ കാർ എടുക്കുന്ന ഞാനല്ല, എൻ്റെ ഫാമിലി ഫ്രണ്ടായ ജയനും ചിഞ്ചുവിനും ഓരോ ഫാമിലിയാണ് ആ കാർ എടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പുതിയ കാർ എടുക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാറിനെ പറ്റിയുള്ള അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഷോറൂമിൽ അവരോടും ചോദിച്ച് മനസ്സിലാക്കാം. വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഇലക്ട്രിക് കാറാണ്, ടാറ്റയുടെ ഇലക്ട്രിക് കാറാണ്. അത് മോശമാവാൻ സാധ്യതയില്ല. ടാറ്റയുടെ മഹേന്ദ്രയും കാറാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ചത്. പിന്നെ വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച കാറുകളിൽ രണ്ട് തന്നെയാണ് മഹേന്ദ്രയുടെയും ടാറ്റയുടെയും കാറുകൾ. അപ്പൊ അതിനെപ്പറ്റിയുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല, നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അപ്പൊ അത് നമുക്ക് അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അത് നിങ്ങൾ ഇലക്ട്രിക് കാർ വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു അറിവും കൂടി ആയിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ കോട്ടയത്ത് ഷോറൂമിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി ഷോറൂമിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. പിന്നെ നമ്മുടെ സുഹൃത്ത് ജയചന്ദ്രന്റെയും ഫാമിലിയെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പരിചയപ്പെടുത്താം. മാത്രമല്ല അവര് ഞങ്ങൾക്കൊരു ട്രീറ്റ് തരാൻ വേണ്ടി വിളിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കോട്ടയത്തെ അക്കാഡിയയുടെ റൂഫ് ഗാർഡൻ വേണോ, കരിമ്പക്കാല വേണോ, അത് നമ്മുടെ കാലിക്കറ്റ് കിച്ചന്, പിന്നെ പഞ്ചനക്ഷത്ര ഒരു ഹോട്ടൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 4 എണ്ണമാണ് ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ തന്നിരിക്കുന്നത്. നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കരിമ്പുകാലയാ. അത് എനിക്കിഷ്ടപ്പെട്ടത് എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യം. അവർക്കൊക്കെ ഏതാ ഇഷ്ടമെന്ന് എനിക്കറിയില്ല. അപ്പൊ കരിമ്പുകാലയാവുന്ന സമയത്ത് നമുക്ക് നല്ല തണുത്ത മുന്തിരിക്കള്ളും ഒക്കെ കിട്ടും. പിന്നെ ഇപ്പൊ കരിമ്പുകാലയിലേക്കാണ് നമ്മൾ കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അതല്ല ഇപ്പൊ റൂഫ് ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ അത് രാത്രി പോയിട്ടേ കാര്യമുള്ളൂ. പാലവിടെ പോയിരുന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. വൈകുന്നേരമാണ് അത് കാണേണ്ടത്. ഭംഗി കാഴ്ചയൊക്കെ അവിടെ വൈകുന്നേരത്താണ്. അപ്പൊ അതെന്തായാലും നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് അതുകൂടെ ഞാനത് ഉൾപ്പെടുത്താം. അവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടിട്ട് പറയാം. ഇത് നമ്മുടെ കോട്ടയത്തെ നാവമ്പടത്തുള്ള ടാറ്റയുടെ ഷോറൂമാണ്. അവിടെ രാവിലെ തന്നെ 2-3 വണ്ടിയുടെ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ 12:30-ക്കുള്ളിലാണ് നമ്മുടെ സമയം നോക്കിയിരുന്ന വണ്ടി കൈപ്പറ്റാനുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്കാണ് അവർ ആദ്യം ചാൻസ് തന്നത്. അവർ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി നമ്പർ പ്ലേറ്റും ഒക്കെ എടുത്ത് വണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടി, വൈറ്റാണ്, 5 EV. അപ്പം വെള്ള വണ്ടി അവർക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് വെള്ള വണ്ടി എടുത്ത്, ഇത് അതിൻ്റെ ഒരു ഗ്രേ കളർ പോലെ കിടക്കുന്ന ആ ഒരെണ്ണം, അത് നല്ല രസമുള്ളൊരു കളറാണ്. പഞ്ചേനുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പനി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരും, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പം ഇതിൻ്റെ പുതിയ വെർഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജയൻ 2025 ബുക്ക് ചെയ്ത് 2026 ഇപ്പോൾ അതെടുത്തത്. ഇപ്പോൾ അവരുടെ വണ്ടിയാണ് ഈ ഡെലിവറിക്കായിട്ട് ഇപ്പോൾ കവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നാരങ്ങയും വെറ്റയൊക്കെ വീലിൽ വെച്ചെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. 12:30-ക്കുള്ളിലായിട്ട് വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട്. സോറി. അപ്പോൾ അവരെല്ലാവരും ഹാപ്പിയിലാണ്, ഞങ്ങൾ ഹാപ്പിയിലാണ്. അപ്പോൾ വണ്ടിയെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചറിഞ്ഞു. അപ്പം അതിന് മൊത്തം കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഈ കൈമാറുന്ന ചടങ്ങാണ് ഇപ്പം നടന്നത്. അപ്പം അതിൻ്റെ ഒറിജിനൽ കീയും പിന്നെ അവരുടെ ഒരു MT ആയിട്ടുള്ള കീയും നമ്മളിപ്പം കൈമാറി. അപ്പം ബാക്കി ഇലക്ട്രിക് കാറല്ലേ, അപ്പം ഓട്ടോമാറ്റിക്കുമാണ് ഇലക്ട്രിക്കുമാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള വിവരണമൊക്കെ അവർ നൽകാൻ വേണ്ടി പഞ്ചായത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും ചാർജ് ചെയ്തിട്ട് ചാർജർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് പ്രസ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഡാഷ്ബോർഡിലുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ചാർജർ റിമൂവ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ഇട്ട് വലിച്ചാലും അത് റിമൂവ് ആവില്ല. അപ്പം ഷോറൂമിൽ നിന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കുക. നല്ല രസമുള്ള വണ്ടിയാണ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വണ്ടിക്കകത്ത് നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഒരുപാട് ടാറ്റയുടെ 6 മോഡലോ 7 മോഡലോ വണ്ടി, 7 മോഡലാണ് തോന്നുന്നു, 7 മോഡൽ വണ്ടിയുണ്ട്. ഇപ്പോൾ GST ഒക്കെ കുറഞ്ഞതുകൂടി ഓരോ വണ്ടിക്കും 1,45,000 രൂപ വരെ, പിന്നെ ടാറ്റ സഫാരിക്ക് 48,000 രൂപ വരെ ടാറ്റ സഫാരിക്ക് ഇപ്പം GST കുറഞ്ഞുകൂടി കുറവ് വന്നിട്ടുണ്ട്.
ഓരോ വണ്ടിക്കും. ഇതിൻ്റെ പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇതിൻ്റെ വീൽ ബേസ്, കാര്യങ്ങൾ, വണ്ടിയുടെ ലെങ്ത് എല്ലാം. നമുക്കിപ്പോൾ ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് ഇലക്ട്രിക് വണ്ടി. പിന്നെ പ്രത്യേകിച്ച് ജയനും ചിഞ്ചും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സോളാർ വേൾഡ് എന്ന് പറഞ്ഞ ഒരു സോളാറിൻ്റെ കമ്പനി അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഇലക്ട്രിക് വാഹനമാകുന്ന സമയത്ത് ആ ചാർജ് ചെയ്യുന്നതിനൊക്കെ വളരെ വളരെ തുച്ഛമായ പൈസയാകത്തുള്ളൂ. ഇതേ കണ്ടോ, ഒരു ലാൻഡ് മാസ്റ്റർ പോകുന്നുണ്ടോ, പഴയ അംബാസഡറിൻ്റെയൊക്കെ പിതാവ്. ഒരു ലാൻഡ് മാസ്റ്റർ 86 മോഡല്, ഒരു മാരുതി 800. അതൊക്കെ ഇങ്ങനെ നമ്മൾ ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി വണ്ടികൾ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ തലച്ചോറെന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും സെൻസറും ഒക്കെയാണ്. അപ്പം നല്ല മനോഹരമായ ഒരു കേക്ക്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് അവർ തന്നു. അത് കട്ട് ചെയ്ത് ഞങ്ങൾ വണ്ടി ഇറക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ കേക്കിന് കേട്ടോ. നമ്മൾ ഒരുപാട് കേക്കുകൾ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട്, നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു ഫ്ലേവറാണെന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഈ കേക്ക്. ചെറിയ കേക്കായിരുന്നെങ്കിൽ പോലും നല്ല കേക്കാണ് അവർ നമുക്ക് വേണ്ടി, നമുക്കല്ല എല്ലാ കസ്റ്റമേഴ്സിന് വേണ്ടി അവർ നൽകുന്നത്. ഞങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടൊരു വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നൽകിയത് നല്ല രസമുള്ള കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ കരിമ്പുകാല എത്തി. കരിമ്പുകാലയിൽ നമ്മുടെ കേവിനകത്താണ് ഇപ്പോൾ ഞങ്ങളെത്തി. ഞങ്ങൾ നേരത്തെ സീറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ 7 പേരുടെ ഒരു ചെയർ ഞങ്ങൾക്ക് അവർ നേരത്തെ റിസർവ് ചെയ്തിരുന്നു. തണുത്ത കള്ളും തണുക്കാത്തതുമായിട്ടുള്ള മുന്തിരിക്കള്ളും ഒക്കെ പറഞ്ഞു. പിന്നെ ഒരു അപാര തീറ്റയായിരുന്നു അവിടെ തിന്നത്. മിക്സഡ് ഫ്രൈഡ് റൈസും ആഗോലിയും നല്ല അടിപൊളി പിന്നെ ഊണും എല്ലാം ഉൾപ്പെടെയായിട്ട് നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ആയിട്ടൊരു അപാര കഴിപ്പായിരുന്നു.